അപ്പം ഇഫ് എൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രോഗ്രാമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഒരു പ്രോഗ്രാം എഴുതിയിട്ടില്ലേ? ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലേ? ആണോ? നമ്മൾ ഇഫ് എൽസ് വെച്ചിട്ട് ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് തന്നെയാണ് നോക്കിയത് അല്ലേ? ശരി പറഞ്ഞാൽ CPP program to find the largest number അല്ലേ? അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഫ് എൽസ് വെച്ചിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് write a CPP program to check whether the given number is odd or even. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്? ഹലോ, എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്? റെസ്പോണ്ട് ചെയ്യൂ. ഓഡ് ഓർ ഈവൺ ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഏത് നമ്പറിനാണ് ഓഡ് ഓർ ഈവൺ ആണോ നോക്കേണ്ടത്? ഗിവൺ നമ്പറിന്. അതായത് വി നീഡ് ടു ഫെച്ച് എ നമ്പർ ഫ്രം അവർ യൂസർ അല്ലേ? അപ്പോൾ അതിനെന്താ ചെയ്യുക? നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുന്ന പോലെ സാധാരണ തുടക്കം എന്ത് തന്നെയാണ്? ഹാഷ് ഇൻക്ലൂഡ് iostream .h hash include conio.h void main clr ser bracket semicolon അല്ലേ? ഇത്രയും കുഴപ്പമില്ലല്ലോ ഇവിടം വരെ. റെസ്പോണ്ട് ചെയ്തേ. ഇവിടം വരെ കുഴപ്പമില്ലല്ലോ. റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? ഒരു നമ്പർ വേണം അല്ലേ? അത് യൂസറിൻ്റെ അടുത്ത് മേടിക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്പുട്ടിനെ കുറിച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ വേണം. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് യൂസറിനോട് ചോദിക്കണം എൻ്റെ യുവർ നമ്പർ. അപ്പോൾ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യും. ഉടനെ റെസ്പോണ്ട് ചെയ്യണം, നമ്പർ ഈസ് ഈവൺ. ഓക്കെ, അതല്ല വീണ്ടും റൺ ചെയ്യുന്ന സമയത്ത് വേറൊരു നമ്പർ ആണെങ്കിൽ എന്ത് പറയണം? അതിനനുസരിച്ചിട്ട് അത് ഓടാണോ ഈവൺ ആണോ എന്ന് പറയണം. അപ്പോൾ ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ യുവർ നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. യൂസർ ഒരു നമ്പർ കൊടുക്കുമ്പം അത് റീഡ് ചെയ്യണം. പിന്നെ ആ നമ്പർ ഈവൺ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ദ കറക്റ്റ് ആൻസർ ഡിസ്പ്ലേ ചെയ്യിക്കണം. മനസ്സിലായോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ടിൽ വേണ്ടത് എന്താണ്? എൻ്റർ യുവർ നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനെന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യൂ. സി ഔട്ട്. ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? CLR SCR കഴിഞ്ഞിട്ട് സി ഔട്ട് കോട്സിൽ എൻ്റർ യുവർ നമ്പർ അല്ലേ? ദെൻ യൂസർ എന്ത് ചെയ്യും? ഒരു നമ്പർ കൊടുക്കും. വി നീഡ് ടു റീഡ് ദാറ്റ് നമ്പർ.
സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെയിം. ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം മാത്രമല്ല, സെയിം 2 ലെസ് ദാൻ ഓപ്പറേറ്റർ, ദെൻ വി ഷുഡ് ഗിവ് സം വേരിയബിൾ നെയിം അല്ലേ. ഇപ്പം ഞാൻ എന്നുള്ളൊരു വേരിയബിൾ നെയിമിലേക്കാണ് ഈ നമ്പർ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിക്ലെയർ ദാറ്റ് എൻ അല്ലേ. ഞാൻ ഒരു ഇൻഡിവിജ്വൽ നമ്പറാണ് കൊടുക്കുന്നത്, സോ ഇൻറ്റ് എൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. വേരിയബിൾ ഡിക്ലറേഷൻ ഇപ്പോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ ആണ് അല്ലേ. ഓക്കെ, സോ ഇതുവരെ ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഈ എൻ എന്നുള്ള വേരിയബിൾ ഈവൺ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം സാധാരണ രീതിയിൽ ഇപ്പം 6 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഈവൺ ആണെന്ന് പറയാൻ എന്താ കാരണം? പറയൂ. സിക്സ് എന്ന് പറയുന്ന നമ്പർ എന്തുകൊണ്ടാണ് ഈവൺ ആണെന്ന് പറയാൻ കാരണം? മോഡുലസ് ആണോ? ഡിവിസിബിൾ ബൈ 2 അല്ലേ. ഏതൊക്കെ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 ആണോ ആ നമ്പേഴ്സ് ഒക്കെ ഈവൺ നമ്പേഴ്സ് ആണ് അല്ലേ. അങ്ങനെയല്ലേ ഈവൺ നമ്പേഴ്സ് നോക്കുക അല്ലേ. അപ്പോൾ അത് സിസ്റ്റത്തിനോട് പ്രോഗ്രാം വഴി പറഞ്ഞു കൊടുക്കണം. അതായത് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ റിമൈൻഡർ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിനി പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് റിമൈൻഡർ കാണാനുള്ള ഒരു ഓപ്പറേറ്ററാണ് എന്ത്? മോഡുലസ് അല്ലേ. അപ്പം നമ്മൾ കാണേണ്ടത് എൻ മോഡുലസ് 2 0 ആണോ അല്ലയോ അത് മാത്രമേ നോക്കാണ്ടാവൂ. 2 അതായത് n ഡിവൈഡഡ് ബൈ 2ന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഈസ് ഈവൺ. അല്ല, n മോഡുലസ് 2 0 അല്ലെങ്കിൽ ഓഡ് നമ്പർ അല്ലേ. അതെങ്ങനെ നമ്മൾ എഴുതും? അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ n മോഡുലസ് 2 0 ആണ്, ഇങ്ങനൊരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, n മോഡുലസ് 2 0 ആണ്, അതായത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. സോ ഇഫ് കണ്ടീഷൻ എന്താണെങ്കിലും വേണം അല്ലേ. സോ ഇഫ് n മോഡുലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഒരു സംശയം, n മോഡുലസ് 2 ഈക്വൽ ടു 0 പോരെ? എന്തിനാ ഈക്വൽ ടു ഇത് പോരെ? ചെക്ക് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു വേണം അല്ലേ. ഒരു ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്? അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് വരിക അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, വെദർ n മോഡുലസ് 2 ഈക്വൽ ടു 0 എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ട്രൂ ആണ്, n മോഡുലസ് 2 ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്പർ ഈസ് ഈവൺ ആണ്. ആ നമ്പർ ഈസ് ഈവൺ, ഞാൻ ചോദിച്ചത് അതല്ല. ഇഫ് n മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്പർ ഈസ് ഈവൺ, അത് ശരിയാണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പം ഇഫ് മോഡുലസ് 2 ഇഫ് എന്ന് കഴിഞ്ഞിട്ടൊരു കണ്ടീഷൻ എഴുതി, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ആണോ? ഓക്കെ, എവിടെ കൊടുക്കണം?
സി ഔട്ട്. ആ സി ഔട്ട് നമ്പർ ഈസ് ഈവൺ എന്നുള്ളത് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇഫിൻ്റെ ബോഡിയിൽ അല്ലേ? ഓക്കെ, ഇഫ് കഴിഞ്ഞിട്ടുള്ള ആ ഓപ്പണിംഗ് ബ്രേസസിൻ്റെ ക്ലോസിംഗ് ബ്രേസസിൻ്റെയും അകത്ത് വേണം വി ഷുഡ് ഗിവ് സി ഔട്ട് നമ്പർ ഈസ് ഈവൺ അല്ലേ? ഓക്കെ, ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഇതുവരെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ അല്ലേ? ഇനി n മോഡുലസ് 2 ഈക്വൽ ടു 0 അല്ല, നമ്മളൊരു 5 ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 3 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 ക്വോഷ്യൻ 1 2 3 മൈനസ് 2 റിമൈൻഡർ 1. റിമൈൻഡർ 1 ആയിട്ട് കിട്ടിയിരിക്കുകയാണ്, 0 അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്പർ ഈസ് ഓഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം അല്ലേ? അതായത് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ വേറെ സെറ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം? ഇഫ് എൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം എൽസ് പാർട്ട് ആഡ് ചെയ്യുക. സിമ്പിൾ ഇഫ് കൊണ്ട് നടക്കൂല, ഇഫ് എൽസ് ഉണ്ടെങ്കിലേ ഈ ഓഡ് ഓർ ഈവൺ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ എൽസ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഈസ് ഓഡ്. then ch close. വോയിഡ് മെയിൻ്റെ ഫംഗ്ഷൻ, വോയിഡ് മെയിൻ്റെ ബ്രാക്കറ്റാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ okay, hash include iostream.h, hash include conio.h, void main അകത്ത് clr ser, then clr ser bracket ഉണ്ട് കേട്ടോ, int n, then cout quotes-ൽ enter your number scene n. Okay, if n modulus 2 equal to 0, then cout number is even. Else cout number is odd. ch. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്തു, 0 errors 0 warning, റൺ ചെയ്തു. ഓക്കെ, എൻ്റെ യുവർ നമ്പർ 7 കൊടുത്തു, യുവർ നമ്പർ ഈസ് ഓഡ്. ഓക്കെ, വീണ്ടും റൺ ചെയ്തു, 8 കൊടുത്തു, നമ്പർ ഈസ് ഈവൺ. ഓക്കെ, ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ?
ഓക്കെ, അപ്പം നമ്മളിവിടെ കണ്ടീഷൻ n മോഡുലസ് 2 ഈക്വൽ ടു 0 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ കണ്ടീഷൻ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം n മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0യും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇഫ് n മോഡുലസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? ഇപ്പം നമ്മൾ 5 കൊടുത്തിട്ടുള്ളത്. 5 മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 ശരിയല്ല. 5 മോഡുലസ് 2 ഈക്വൽ ടു 1 ആണ്. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. So what will be the output? 5 modulus 2 not equal to 0. 5 is odd number. അല്ലേ? ആണോ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് പാർട്ടിൽ ദ നമ്പർ ഈസ് ഓഡ് എന്ന് എഴുതണം അല്ലേ? എന്നാലേ ശരിയാവുള്ളൂ അല്ലേ? അപ്പം n മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഫ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതല്ല n മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് തെറ്റാണ്. ഇഫ് വി ആർ ഗിവിങ് a number 6 modulus 2 equal to 0. ഓക്കെ, സോ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ തെറ്റാണ്. ഓക്കെ, എന്ത് ചെയ്യും? എൽസ് പാർട്ട് പോവും. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ദ നമ്പർ ഈസ് ഈവൺ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മളാണ് പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടിയാൽ മതി. കേൾക്കുന്നുണ്ടല്ലോ? മനസ്സിലായോ? പ്രോഗ്രാമിംഗ് എളുപ്പമായി തോന്നുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓഡ് ഓർ ഈവൺ പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണം? ഫസ്റ്റ് യൂസറിനോട് ചോദിക്കണം എൻ്റർ യുവർ നമ്പർ. ദെൻ യൂസർ ഒരു നമ്പർ കൊടുക്കണം. ദെൻ ആ നമ്പർ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് റിസൾട്ട് തരണം. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാം എഴുതാനുള്ളതേ ഉള്ളൂ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഡിഫിക്കൽട്ടി ഉണ്ടോ പ്രോഗ്രാം എഴുതാൻ വേണ്ടി പറയുമ്പോൾ? ഒന്ന് പറഞ്ഞ് അതിനനുസരിച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാ. പ്രശ്നമാണോ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത്, നമ്മളപ്പം കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇഫ് എൽസ് ഇഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞപ്പോൾ ഇപ്പം ശരിക്കും കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും ഓൺലി ഫോർ എ വൺ ടൈം അല്ലേ? അല്ല, കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതും വൺ ടൈം എക്സിക്യൂഷൻ ആണ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ശരിയാ മീൻസ് കണ്ടീഷൻ ട്രൂ ആകുന്നിടത്തോളം, ഓക്കെ, ഒരു ഫൈനൈറ്റ് നമ്പർ കുറച്ച് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യും? സെയിം സെറ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇതുവരെ എല്ലാ സെറ്റ്സും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒരൊറ്റ വട്ടം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ചിലത് സ്കിപ്പ് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഒരൊറ്റ വട്ടം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ലൂപ്പാണ്. ഓക്കെ, സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം അങ്ങനത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഫോർ, വൈൽ, ഡു വൈൽ. ഓക്കെ, അപ്പം ആദ്യം ഫോറിൻ്റെ കേസ് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ ഇഫിൻ്റെ സിൻടാക്സ് പോലെ തന്നെ ഫോറിനും ഒരു സിൻടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഫോർ ലൂപ്പ് എന്ന് പറയുമ്പം starting with for keyword
Okay, first initialization, next condition, next increment or decrement, then for in the body. ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ അറിയാം, എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 0, അങ്ങനെ ഒരു നമ്പർ ഒരു വാല്യൂയിലേക്ക് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, കണ്ടീഷൻ നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ നമ്പർ ഇൻക്രിമെൻറ്റ്, ഇപ്പം എ പ്ലസ് പ്ലസ് എന്നാണെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യും, എ പ്ലസ് പ്ലസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. ഓക്കെ, എ മൈനസ് മൈനസ് ആണെന്ന് വിചാരിച്ചോ, ഈസ് ഈക്വൽ ടു എ മൈനസ് 1. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഇതിൻ്റെ സിൻടാക്സ് ആണ്. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഒരു സിമ്പിൾ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പം 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഔട്ട്പുട്ടിൽ കിട്ടണം. ഓക്കെ, 0 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ കിട്ടണം. ഓക്കെ, അത് നമ്മൾ എന്തു ചെയ്യും? സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ hash include iostream.h, hash include conio.h, void main clr scr അല്ലേ? ആണോ? അല്ലേ? ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റ് ഐ എന്നുള്ളൊരു വേരിയബിൾ, ഐ എന്നുള്ള വേരിയബിൾ ഒന്ന് കൊടുത്തു. ഓക്കെ, ഫോർ ഐ ഇസ് ഈക്വൽ ടു ഐ, ഇനീഷ്യലൈസേഷൻ പാർട്ടിൽ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0 കേട്ടോ, ഐ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു ഞാൻ, സോറി. ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഫോർ ലൂപ്പ്, ഫോർ ബോഡിയിൽ ഞാൻ എന്ത് എഴുതി, സി ഔട്ട് ഐ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം. അപ്പം ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഇനീഷ്യലൈസേഷൻ നോക്കും, പിന്നെ നമ്മുടെ കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ ഫോർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ കണ്ടീഷൻ നോക്കും. ട്രൂ ആണെങ്കിൽ ദ സെയിം ഫോർ ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, വീണ്ടും ഐൻ്റെ വാല്യൂ നോക്കും, അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും, ദെൻ കണ്ടീഷൻ നോക്കും, ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക? ഒരു പ്രോഗ്രാമിൽ നമ്മളിവിടെ ഇൻറ്റ് ഐ എന്ന് കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഐ എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് 2 ബൈറ്റ് സ്പേസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ ഐ, ഇൻറ്റ് ഐ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഐനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പേസിൽ 0 എന്നുള്ള വാല്യൂ പോയിരുന്നു അല്ലേ, 0 എന്നുള്ള വാല്യൂ സ്റ്റോറായി. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുക, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, സോറി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ. ഓക്കെ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന്. ആണോ? ട്രൂ ആണ് അല്ലേ? ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ ആണെങ്കിൽ ഒന്നും നോക്കൂല, ഈ ഫോർ ലൂപ്പ് ബോഡി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഫോർ ലൂപ്പ് ബോഡിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, സി ഔട്ട് ഐ
അല്ലേ? ഐ കോട്ട്സിലല്ല, ജസ്റ്റ് ഐ എന്നേ ഉള്ളൂ. സോ ഐ എന്നുള്ള വേരിയബിളുടെ ഉള്ളിലുള്ള വാല്യൂ എന്ത് ചെയ്യും, അങ്ങ് പ്രിൻ്റ് ചെയ്യും, 0 എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിജിത്തിന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ല? ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുവരെ സാധാരണ ചെയ്യണ പോലെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ബോഡി എക്സിക്യൂട്ട് ചെയ്ത ഉടനെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, അപ്ഡേഷൻ ഓഫ് വേരിയബിൾ ഐ. ഓക്കെ, ഇവിടെ ചെയ്തേക്കുന്നത് എന്താ, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പം ഐന്ന് സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ള ആ വാല്യൂ ഐ ഈക്വൽ ടു 0 ആയിരുന്നു. ആ ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഐ ഈക്വൽ ടു 0 പ്ലസ് 1 ഐ ഈക്വൽ ടു 1. ഇപ്പോൾ ഐക്ക് അലോക്കേറ്റ് ചെയ്ത സ്പേസിൽ 1 ആണ് വാല്യൂ, അല്ലേ? ഐൻ്റെ വാല്യൂ മാറി. ഐൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയ ഉടനെ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇപ്പം എന്ത് വന്നു, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്താണ്, ട്രൂ ആണ്, അല്ലേ? ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഫോർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, സി ഔട്ട് ഐ, അല്ലേ? ഇപ്പം ഐൻ്റെ വാല്യൂ എന്താ, 1. സോ 1 ഡിസ്പ്ലേ ചെയ്യും. എഗെയിൻ എന്ത് ചെയ്യും, ഐൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് ചെയ്യും. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന സമയത്ത് എന്തായി, ഐ ഈക്വൽ ടു എന്തായി, ഐ ഈക്വൽ ടു 2, അല്ലേ? എഗെയിൻ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും, അല്ലേ? കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്താണ്, ട്രൂ ആണ്. സോ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. അങ്ങനെ എവിടം വരെ പ്രിൻ്റ് ചെയ്യും, 10 വരെ പ്രിൻ്റ് ചെയ്യും, അല്ലേ? 10 പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, വീണ്ടും ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, ഐൻ്റെ വാല്യൂ 11 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ എന്തായി, ഫാൾസ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല, സ്കിപ്പ് ചെയ്യും, ഗെറ്റ് സി എച്ച് പ്രോഗ്രാം അവസാനിക്കും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ടുണ്ടോ? മനസ്സിലായോ? ഓക്കെ, അഭിജിത്തിനും രോഹിത്തിനും അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്മാൾ ആയില്ല, അത് അതിൻ്റെ പ്രിൻറ്റിങ് പ്രശ്നമാണ് കേട്ടോ. സ്മാൾ ആയി തന്നെയാണ് നോട്ടത്. ഓക്കെ, ഓക്കെ, അറ്റൻഡൻസ് പറയൂ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ, അർച്ചിത, അരുൺ പി കെ, അശ്വിത, ചന്ദ്രലേഖ, Present, Miss. ഓക്കെ, ഗോപിക, ഹർഷ്, ഹിപ്സു, ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി,
ഹരിത, സനില, ശിശിര, സൗമ്യ. ഓക്കെ. ജസീം, പാർവതി. ഓക്കെ. അപ്പോൾ ഫോർ ലൂപ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു നമ്പർ ആക്കാം നമുക്ക്. 10 എന്നുള്ളതിന് പകരം ഒരു 4 ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ 2 വരെ ഓക്കെ. 2 വരെ നമ്മൾ പറഞ്ഞു. ട്രൂ ആണ്. 2 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഓക്കെ. അഗൈൻ വീണ്ടും എന്ത് ചെയ്തു? 2 പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ? അതിൻ്റെ വാല്യൂ എന്താവും? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1, 2 പ്ലസ് 1, 3. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ അല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. 10 വരെ അല്ല, 4 വരെയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? ശരിയാണ്, ട്രൂ ആണ്. സോ എന്ത് ചെയ്യും? വീണ്ടും ഫോർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. സോ സി ഔട്ട് ഐ 3 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യിക്കും. അഗെയിൻ ഇൻക്രിമെൻ്റ് ചെയ്യും അല്ലേ? ഇൻക്രിമെൻ്റ് ചെയ്യുമ്പം ഐ ഈക്വൽ ടു ഐ പ്ലസ് 1, 3 പ്ലസ് 1, ഐ ഈക്വൽ ടു 4. ചെക്ക് ചെയ്യുന്നത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന്. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? ട്രൂ ആകുന്ന സമയത്ത് വീണ്ടും സി ഔട്ട് ഐ പ്രിൻ്റ് ചെയ്യും. 4 പ്രിൻ്റ് ചെയ്യും. ഓക്കെ. വീണ്ടും ഇൻക്രിമെൻ്റ് ആവും. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1, 4 പ്ലസ് 1, 5 എന്നാവും. ഓക്കെ. കണ്ടീഷൻ ചെക്ക് ചെയ്യും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്താണ്? ഫാൾസ് അല്ലേ? കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? ഫോർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് 0, 1, 2, 3, 4. ഓക്കെ. ഫുള്ള് മനസ്സിലായോ? മനസ്സിലായോടാ? പറയൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത കണ്ടീഷൻ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഫൈനൽ നമ്പർ അല്ലേ? സെയിം കണ്ടീഷൻ എങ്ങനെയും കൊടുക്കാം. 0 മുതൽ 4 വരെയാണ് എനിക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും കൊടുക്കാം? ലെസ് ദാൻ 5 വരെ പ്രിന്റ് ചെയ്യാനും കൊടുക്കാം. സെയിം ഉത്തരം തന്നെയാണ്. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് 0 ലെസ് ദാൻ 5 ആണോ നോക്കി. ട്രൂ. സോ 0 പ്രിന്റ് ചെയ്തു. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. ഐ 1 ആയി. ദെൻ 1 ലെസ് ദാൻ 5 ആണോ നോക്കി. കണ്ടീഷൻ ട്രൂ അല്ലേ? സോ 1 പ്രിന്റ് ചെയ്തു. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. ഐ ഈക്വൽ ടു 2. 2 ലെസ് ദാൻ 5 ആണോ നോക്കി. ട്രൂ ആണ്. 2 പ്രിന്റ് ചെയ്തു. ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. 3 ആയി. 3 ലെസ് ദാൻ 5 ആണോ നോക്കി. ട്രൂ ആണ്. 3 പ്രിന്റ് ചെയ്തു. ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. ഐ ഈക്വൽ ടു 4 ആയി. 4 ലെസ് ദാൻ 5 ആണോ നോക്കി. ട്രൂ ആണ്. 4 പ്രിന്റ് ചെയ്തു. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. ഐ ഈക്വൽ ടു 5 ആയി. 5 ലെസ് ദാൻ 5 ആണോ നോക്കി. ഫാൾസ്. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. സോ 0 to 4 വരെ കിട്ടി. ഡൗട്ട് ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. പക്ക ആണ്. ഫോർ ലൂപ്പ് പക്കയാണോ? ഓക്കെ. ഫോർ ലൂപ്പ് പക്ക ആണെങ്കിൽ നാളെ നമുക്ക് ഡു വൈൽ ലൂപ്പ് നോക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ